നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും. അപ്പീൽ നൽകാനുള്ള DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. കേസിൽ അപ്പീൽ നൽകുമെന്ന് മന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദിലീപിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ച് സഹോദരി പരാതി നൽകി. ചില വാർത്താ ചാനലുകൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകുക. ഇത് സംബന്ധിച്ച് DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവർക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായാണ് കോടതി വ്യക്തമാക്കിയത്. കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദിലീപിന്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാരോപിച്ച് സഹോദരി S ജയലക്ഷ്മി സുരാജ് ആലുവ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി. ഡിസംബർ 8-ന് ആലുവയിലെ പത്മസരോവരം എന്ന വസതിയിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെയാണ് ഡ്രോൺ പ്രവർത്തിപ്പിച്ചത്. ഇത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ്. നിരീക്ഷണത്തിനായി ഉപയോഗിച്ച ഡ്രോണുകൾ, മെമ്മറി കാർഡുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. News 18 കൊച്ചി.